തണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. വാർത്തകൾ തുടരുന്നു. മട്ടന്നൂർ പഴശ്ശിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. 15.90 കോടി രൂപ ചെലവിലാണ് ആശുപത്രിയുടെ നിർമ്മാണം. ഒരു ഭാഗം താഴുമ്പോൾ മറ്റേ ഭാഗത്തിന് പ്രശ്നം വരും, മറ്റേ ഭാഗം താഴുമ്പോൾ ഇങ്ങേ ഭാഗത്ത് പ്രശ്നം. അപ്പോൾ ഇത് രണ്ടിനെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ടീച്ചർക്ക് കഴിഞ്ഞു. ആയുർവേദത്തെയും മോഡേൺ മെഡിസിനെയും ഒരുപോലെ രണ്ട് കൈകളിലും ഒരേപോലെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചതും ടീച്ചർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കൊണ്ട് തന്നെയാണ്. അങ്ങനെ ആയുർവേദത്തെ, മോഡേൺ മെഡിസിന്, കേരളത്തിന്റെ ആരോഗ്യ മേഖല, മെഡിക്കൽ കോളേജുകളെ അതിന്റെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിക്കാൻ, എന്തിന് ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ. ഇപ്പോൾ കണ്ണൂരിൽ കാത്ത് ലാബ് വന്നു, അത് ടീച്ചറുടെ കാലത്താണ്. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റ് വന്നു, ടീച്ചറുടെ കാലത്താണ്. ഇങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ സംഭാവനകൾ നൽകാനും കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒരു കൺസിസ്റ്റൻസിയുള്ള, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന സർക്കാർ മേഖലയെ സമീപിക്കാം. അങ്ങനെയാണല്ലോ ആടെ പോണ്ടപ്പോൾ ആൾ മരിക്കും, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാട്. എന്നാൽ പോയ 10 വർഷക്കാലം കേരളത്തിലുണ്ടായ അനുഭവം, സർക്കാർ മേഖലയിൽ നിങ്ങൾക്ക് പോകാം, സർക്കാർ മേഖലയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. സർക്കാർ മേഖല കോർപ്പറേറ്റുകളെക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റിയും കോർപ്പറേറ്റുകളെക്കാൾ കൂടുതൽ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണെന്നും സാധാരണക്കാരൻ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. തുടങ്ങിയത് ടീച്ചറുടെ കാലത്താണ്. KK ശൈലജ MLA അധ്യക്ഷയായി. നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡോക്ടർ KS പ്രിയ, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് A സജീവൻ, മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ബാബു, തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൈതേരി മുരളീധരൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ O പ്രീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശ്രീനാഥ്, വാർഡ് മെമ്പർ K രജത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CD ദീപ്തി, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ PR സജി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KC അജിത് കുമാർ, P പുരുഷോത്തമൻ, NV ചന്ദ്രബാബു, M രതീഷ്, സുരേഷ് മാവില എന്നിവർ സംസാരിച്ചു. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിൽ 50 കിടക്കകളുള്ള ആശുപത്രിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 13 ബെഡ് വീതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുക്കിയിട്ടുണ്ട്. 4 നിലകളുള്ള കെട്ടിടത്തിന്റെ 3 നിലകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. താഴത്തെ നിലയിൽ OP, ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള മുറികൾ, 1-ാം നിലയിൽ സ്ത്രീകളുടെ ജനറൽ വാർഡ്, പഞ്ചകർമ്മ യൂണിറ്റ്, 2-ാം നിലയിൽ പുരുഷ ജനറൽ വാർഡ്, ഫിസിയോതെറാപ്പി, മിനി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുണ്ടാകും. 3-ാം നിലയിൽ പേവാർഡുകൾ, എക്സ്റേ റൂം, കഫ്തീരിയ, അടുക്കളയും ഉണ്ടാവും. നിലവിൽ പഴശ്ശി ബഡ് സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി ഇനി ഇവിടെയാകും പ്രവർത്തിക്കുക. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.